ഒരു പാനസോണിക് ടി വിയുടെ ബാക്ക് കവർ അഴിച്ചതാണത്. ടി വിക്ക് ബോർഡ് കംപ്ലൈൻ്റ് ഇല്ല, ഈ ബോർഡ് കംപ്ലൈൻ്റ് ഇല്ല, പവർ ബോർഡ് കംപ്ലൈൻ്റ് ഇല്ല, വയർ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ടി വിയിൽ സൗണ്ട് മാത്രമേ കിട്ടുള്ളൂ, പിക്ചർ കാണില്ല. ഈ പിക്ചർ കാണാത്തതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ലൈറ്റാണ് കംപ്ലൈൻറ്റ്. ഈ 4 നിരയായിട്ട് കിടക്കണ 1 2 3 4 5 6 7 LED ഒറ്റ സ്ട്രിപ്പിൽ വരുന്ന ഈ LED കംപ്ലൈൻ്റാണ്. ഇതെൻ്റെ സിസ്റ്ററുടെ വീട്ടിലെ ടി വിയാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് തന്നാണ്. ആദ്യം ഒരു ടി വി ഉണ്ടെന്ന് അത് നേരായി കൊടുത്ത്, അതിനും ഇതേ സെയിം കംപ്ലൈൻ്റ് ആയിരുന്നു. പക്ഷെ അത് അങ്ങനെ ആരും അഴിച്ചിരുന്നില്ല. അപ്പോൾ അത് അഴിക്കാത്തതുകൊണ്ട് അതിനെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. ഇത് മുന്നേ ഇതിൻ്റെ ഈ LED പോയിട്ട് ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ ഈ LED പോയിട്ട് മാറ്റിയപ്പോൾ ആ മാറ്റിയതിൻ്റെ ഒരു കോലാണ് ഈ കാണുന്നത്. ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ ഇത് അവർ തോന്നിയ രീതിയിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഈ തോന്നിയ രീതിയിൽ കട്ട് ചെയ്തതൊക്കെ എന്നാലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ചെയ്ത ആൾക്കാർ ഇവിടെ ഈ കണക്ഷൻ കൊടുക്കുന്നിടത്തൊക്കെ അവരെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്തു. ഈ സ്ട്രിപ്പിലൊക്കെ ഇതിന് വയർ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ലെഗ് കിട്ടും, അതേപോലെ അതിൻ്റെ എല്ലാ സാധനവും കിട്ടും. അതവർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇതിന് ഏറ്റവും സിമ്പിൾ പരിപാടി ഈ വയർ കണക്ട് ചെയ്യാൻ സുന്ദരമായിട്ട് പറ്റും. ഒന്നും നോക്കാനില്ല, ഈ സ്ട്രിപ്പ് വെച്ച് ഗമ്മിട്ട് ഇത് കണക്ട് ചെയ്യേ വേണ്ടുള്ളൂ. അതിന് പകരം ചെയ്ത പരിപാടിയാണിത്. ഇന്ന് ഈ ഡിസ്പ്ലേയുടെ ഈ കവറൊന്ന് കറക്റ്റായിട്ട് വെക്കുക, അതും കൂടെ ചെയ്തില്ല. ഇൻസുലേഷൻ ടാപ്പ് ചൂട്ടിച്ച് അത് അതിൻ്റെ കറക്റ്റ് അല്ലാത്ത രീതിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കംപ്ലൈൻറ്റ് വന്നത്. ഈ LED സ്ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബോഡിയിൽ ടച്ചായിരുന്ന ഇതിൻ്റെ ഈ വർക്കിങ്ങിൽ തന്നെ ഇത് ഭയങ്കര ചൂടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഈ ചൂട് ഇതിൽ കംപ്ലീറ്റ് ഇതിൽ പകർന്നിട്ട് അത്രയും കുറച്ച് കാലങ്ങൾ കൂടി ഇത് വർക്ക് ചെയ്യും. പക്ഷേ ഈ LED സ്ട്രിപ്പൊന്നും ഇതിന് കറക്റ്റല്ല. അതുകൊണ്ട് എന്തായി, ഈ LED സ്ട്രിപ്പ് പെട്ടെന്ന് പോയി കിട്ടി. അവരുടെ അടുത്ത് തന്നെ ഉള്ളൊരു ടിവിയുടെ കടകളിൽ കൊടുത്താണ്. അപ്പോൾ അത് ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായി ചെയ്യുക. ഇത്തരം ചെറിയ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് കണക്ടർ കിട്ടും. ആ കണക്ടർ വെച്ച് ഒന്ന് സോൾഡർ ചെയ്ത് ആ വയറൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും പറയേണ്ട ആവശ്യമില്ല. അത് ഒരു ടെക്നീഷ്യൻ ചെയ്തതാണിത്. ഇത് ആരാണ് എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മളത് കണ്ടപ്പോൾ ഒന്ന് പറയണം തോന്നി. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആര് ചെയ്താലും, ആര് ചെയ്യണവരായാലും ചെയ്യാത്തവരായാലും. ഇനി ഇത് ഇതേപോലെ ഇതിൻ്റെ ഈ LED മാറ്റണം എന്നുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. നേരെ മറിച്ച് ഇതിൻ്റെ ഈ കണക്ടർ ഉണ്ടെങ്കിൽ ഈ LED വെക്കുക, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അതേപോലെ ഇതിൻ്റെ സൈഡിലുള്ള വയർ ജമ്പർ ഒന്നും കറക്റ്റായിട്ടല്ല കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇതിന് ഈ ഡിസ്പ്ലേ മാറ്റണം. ഈ ഡിസ്പ്ലേ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഈ ഡിസ്പ്ലേ LED കംപ്ലൈൻറ്റ് മൊത്തം കംപ്ലൈൻറ്റാണ്. അത് കംപ്ലീറ്റ് പറിച്ച് ഇതേപോലെ ഇത് കൊണ്ടുകൊടുത്താൽ ഈ 3 വോൾട്ടിൻ്റെ LED ഇതിൽ കിട്ടും. നേരെ ഇതിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക. ഇത്ര അത്യാവശ്യം ഓട്ടാക്കിയ സ്ഥിതിക്ക് ഇനി ഫിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്ത് തീരും. പക്ഷേ ഈ കണക്ഷൻ കൊടുക്കലാണ് അവരിങ്ങനെ നമുക്ക് പറ്റാത്ത രീതിയിൽ ചെയ്തത്. അവർ കണക്ടർ ഉണ്ടെങ്കിൽ കണക്ടർ ഒന്ന് ഇതിൽ പ്രസ് ചെയ്യേ വേണ്ടുള്ളൂ.
അതിന് ചെയ്തതാണിത്. അപ്പോൾ ഇത് രണ്ടാമത്തെ സർവീസാണ് വരുന്നത്. ആദ്യം ചെയ്ത ഒരു ടീം ചെയ്തതാണ്. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യണവരെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കുക.